ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 10 ഉയർന്നു. തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ വെടി മറ്റൊരു അപകടം കൂടി ക്ഷണിച്ചു വരുത്തി. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. എന്തായാലും ഈ മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജമ്മുവിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തിയതായി വിവരമുണ്ട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, വിവരങ്ങൾ പറയും? സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടെയാണ് കശ്മീരിലെ റിയാസിൽ ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നത്. തീർത്ഥാടകർ സഞ്ചരിച്ച കട്രയിൽ നിന്ന് ശിവഘോഡയിലേക്ക് പോയ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയാണ് ഭീകരരുടെ ഭാഗത്തുനിന്നും വെടിവയ്പ് ഉണ്ടായത്. ഈ വെടിവയ്പിൽ 4 പേർ ഇത്തരത്തിൽ വെടിയേറ്റ് മരിക്കുകയാണെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് ആളുകൾ ബസ് വെടിവയ്പ്പിനെ തുടർന്ന് ബസ് ഒരു കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ആ അപകടത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. അങ്ങനെ 10 പേരാണ് ഈ ഭീകരരുടെ ആക്രമണത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ മരിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മരിച്ചവരെല്ലാം UP സ്വദേശികളാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ജമ്മു കശ്മീർ പോലീസ് ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല മേഖലയിലാകെ തന്നെ കനത്ത സുരക്ഷ ഒരുക്കിയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ തിരച്ചിൽ നടപടികൾ തുടരുന്നത്. ഇന്നലെ രാത്രി തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള നിരീക്ഷണം മേഖലയിലാകെ ശക്തമാക്കിയിരുന്നു. മേഖല പൂർണ്ണമായും ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഭീകരരുള്ള സാന്നിധ്യമുള്ള മേഖലകളടക്കം തിരച്ചിൽ നടത്താനുള്ള നടപടികൾ ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചിരുന്നു. ആ തിരച്ചിൽ നടപടികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഏറെ ആശങ്കയുയർത്തിയൊരു അപകടം തന്നെയാണ് ഇന്നലെ കശ്മീരിൽ നടന്നത്. പ്രത്യേകിച്ചും ഡൽഹിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടെയാണ് ഭീകരരുടെ ഒരു ആക്രമണം കശ്മീരിലെ റിയാസിൽ നടന്നത്. തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിനെതിരെയായിരുന്നു ഈ ഭീകരരുടെ ആക്രമണം. കഴിഞ്ഞ ഏതാനും നാളുകളെ ഇത്തരത്തിൽ ഈ ഗ്രാമവാസികളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ളൊരു ആക്രമണം ഭീകരർ ശക്തമാക്കിയിരുന്നു. ഇതിനിടെ ശക്തമായ നടപടിയുമായി സൈന്യം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്നലെ വീണ്ടും ഒരു ഭീകരരുടെ ആക്രമണം ഇത്തരത്തിൽ സംഭവിച്ചത്. ഭീകരരുടെ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും മറ്റ് ആളുകൾ ഈ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ മേഖലയിലുള്ള അപകടം നടന്ന മേഖലയിൽ ഇപ്പോൾ പോലീസ് എല്ലാം തന്നെ പൂർണ്ണമായും ആ സ്ഥലത്ത് തിരച്ചിൽ നടപടികൾ തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. സംയുക്ത സേനയുടെ ഭാഗത്തുനിന്നാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപ്രകാരമുള്ള തിരച്ചിലും അതോടൊപ്പം തന്നെ മറ്റ് നടപടികൾ പ്രത്യേകിച്ചും ആ മേഖലയിലാകെ തന്നെ ഒരു തിരച്ചിൽ നടപടികളൊപ്പം തന്നെ പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുള്ള മേഖലയിലടക്കം കശ്മീരിലെ ആ ഭീകര സാന്നിധ്യമുള്ള മേഖലയാകെ തന്നെ തിരച്ചിൽ ശക്തമാക്കാനാണ് ഇപ്പോൾ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.